ഹലോ ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേ ആണ്. ആക്ച്വലി ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള അടിപൊളി ഗിഫ്റ്റൊക്കെ റെഡിയാക്കുന്നതും പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നതുമാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ യൂണിക്കോൺ തീമിൽ വരുന്ന ഒരു ബ്ലൈൻഡ് ബാഗാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ബ്ലൈൻഡ് ബാഗും സ്ക്വിഷിയും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അങ്ങനെ ബ്ലൈൻഡ് ബാഗിന്റെ കവറൊക്കെ നല്ല കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പാണ്. സെല്ലോ ടേപ്പാണ് ഒരു ബ്ലൈൻഡ് ബാഗിന്റെ മെയിൻ സംഭവം. അങ്ങനെ സെല്ലോ ടേപ്പ് ഒക്കെ സ്റ്റിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒരു പൗച്ച് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് സ്ക്വിഷി ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ക്യൂട്ട് യൂണിക്കോൺ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളും ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ കോട്ടൺ ഒന്ന് സ്റ്റഫ് ചെയ്ത് വെച്ച് കൊടുക്കുക. വീണ്ടും സെല്ലോ ടേപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട്. ASMR ഞാൻ കേൾപ്പിച്ചു തരാം. അങ്ങനെ ഒരു 3 ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ചീവീടിന്റെ ASMR കൂടി ബാക്കിലുണ്ട്. ഏതായാലും സംഭവം റെഡിയായി. അങ്ങനെ 3 കവറിലൊക്കെ ആക്കിയിട്ട് ഇതേപോലെ പൗച്ചിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പേപ്പറിൽ ഇതേപോലെ യു ഗോട്ട് എന്ന് പറഞ്ഞിട്ട് ലെജൻഡറി ആണ് എഴുതി കൊടുത്തിരിക്കുന്നത്. അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, സെല്ലോ ടേപ്പ് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ ബ്ലൈൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് യൂണിക്കോൺ നോട്ട്ബുക്കാണ്. അവൾ ഓൾറെഡി 2 ദിവസം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിക്കോൺ നോട്ട്ബുക്ക് ഉണ്ടാക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ബ്ലൈൻഡ് ബാഗും നോട്ട്ബുക്കൊക്കെ ഫുള്ള് യൂണിക്കോൺ തീമിലാണ് ചെയ്തിരിക്കുന്നത്. അവൾക്ക് സത്യം പറഞ്ഞാൽ യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ യൂണിക്കോൺ നോട്ട്ബുക്കും റെഡി ആയിട്ടുണ്ട്. സ്റ്റെപ്സ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ കുറേ മിനി നോട്ട്ബുക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ഒരു എസ്തെറ്റിക് ബർത്ത്ഡേ കാർഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലൊരു കട്ടിയുള്ള പേപ്പർ എടുക്കുക. കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കുക, ഒന്ന് കളർ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. അത് ആ ഒരു രീതിയിലനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സ് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ റിബണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ ബർത്ത്ഡേ കാർഡ് റെഡി ആയിട്ടുണ്ട്. അടുത്തത് വീണ്ടും ഒരു സിമ്പിൾ ബർത്ത്ഡേ കാർഡാണ്. ഡിസൈനൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് റൈറ്റിങ്സും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലൊരു കേക്കും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലൊരു ക്യൂട്ട് ടെഡീനെയും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. പിന്നെ ഈ 2 ബുക്ക് മാർക്കും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഈ ഒരു ഗിഫ്റ്റ് ബോക്സിലാണ് വെക്കുന്നത്. എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കിയതിനു ശേഷം കുറച്ച് ഫേക്ക് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് അത് മമ്മി വാങ്ങിച്ചതാണ് അവൾക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ബോക്സിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഈ ഒരു കവർ എനിക്ക് അധികം കൂടി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ കളർ റാപ്പിംഗ് പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ ഒട്ടും അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ റാപ്പ് ചെയ്തൊരു ഗിഫ്റ്റ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻസ് ചെയ്യാം. അവളോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തതാണ് ഇതൊക്കെ. എൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ഇതേപോലെ ഡെക്കറേഷൻസ് ചെയ്യാനും പിന്നെ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേസിനും ഒക്കെ ഇതേപോലെ ഹാൻഡ് മെയ്ഡ് കാർഡ്സും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ലൈറ്റിങ്സും ഡെക്കറേഷൻസും ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേബിളിൽ ഒരു സൈഡിൽ ചോക്ലേറ്റ്സും മറ്റേ സൈഡിൽ എൻ്റെ കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ആയിരുന്നു. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബർത്ത്ഡേ ഗേളും കൂടി ഒന്ന് വന്നാൽ മതി. ആൻഡ് ഹിയർ കംസ് അവർ ബർത്ത്ഡേ ഗേൾ ആൻലിയ. അങ്ങനെ വന്നപ്പോൾ തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടായിരുന്നു കയറി വന്നത്. കാരണം ഡെക്കറേഷൻസും ലൈറ്റിങ്സും ഒക്കെ കണ്ട് ആകെ സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കേക്ക് ഡബിൾ ചോക്ലേറ്റ് കേക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മിൽക്ക് പേട കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ മെയിൻ ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവളുടെ റിയാക്ഷൻ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു യൂണിക്കോൺ ടീമിലായിരിക്കും ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. യൂണിക്കോണും ബ്ലൈൻഡ് ബാഗും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഓരോന്നിങ്ങനെ പൊട്ടിച്ചു നോക്കിക്കൊണ്ടിരുന്നത്.
അടുത്തത് മെയിൻ സംഭവം ഫുഡായിരുന്നു. ബിരിയാണിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും കൂടി തമ്പോല കളിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു ബലൂൺ കിട്ടിയപ്പോൾ ഞാനൊരു പെണ്ണിനെ കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും പേപ്പറിലൊന്നും വരക്കുമ്പോൾ ഇത്രയും ഭംഗിയായി കിട്ടില്ല. വേറൊരു സംഭവം കാണിച്ചു തരാം, ആരും ഞെട്ടരുത്. അതേ ബലൂണിന്റെ ബാക്കിൽ എൻ്റെ അമ്മാമ വരച്ചതാണത്. പിന്നെ ഒരു പാൽപ്പേടയും കഴിച്ചു, സേമിയ പായസം കുടിച്ചു. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവസാനിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ബൈ ഗൈസ്.